ഹായ്. ഹലോ. ഹായ് ഹലോ. ഞങ്ങൾ അങ്ങനെ കൂടി കണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് നിരാശപ്പെടുത്തി കഴിഞ്ഞു. എമ്പുരാൻ കണ്ട അതേ അവസ്ഥ. പറയാണെങ്കിൽ ലോക്കിയാണ് വൻവരം വീണു. രജനികാന്ത് ആരെ പിടിക്കും നമുക്ക് കണ്ടറിയണം. അത്ര മോശമാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ലോകേഷ് പടം ആൻഡ് രജനി പടം രണ്ടും കൂടെ കോമ്പിനേഷൻ അതൊക്കെ ആലോചിച്ച് പോകുമ്പോ അത്രയൊന്നും കിട്ടൂല. എമ്പുരാൻ നമ്മൾ അത്ര ഹൈ ചെയ്തല്ലേ പോയത്. അതെ അതെ. നമ്മളിപ്പോ ലോക്കിയുടെ LCU അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോണത്. എല്ലാവരും ആ ഒരു പ്രതീക്ഷയിൽ പോയി കഴിഞ്ഞാൽ നമ്മള് നിരാശപ്പെട്ടു പോലും. ഒരു സാധാരണ പടം കാണുന്ന പോലെ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ആവറേജ് കുഴപ്പമില്ലാത്തൊരു പടം. നമ്മൾ അത്ര മോശമായിട്ട് പറഞ്ഞാൽ നമ്മളത്ര പ്രതീക്ഷയോട് പോയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. അല്ലാതെ പടം മോശമാണെന്ന് നമ്മൾ പറയില്ല. ചില ആവറേജ് ഉണ്ട്. പക്ഷെ എന്തൊക്കെയോ കണക്ട് ആവാത്ത ഒരു ഫീലുണ്ട്. ലോക്കിയുടെ ഒരു പടത്തിന്റെ ഒരു സ്റ്റൈലല്ല ഈ പടം. ടെക്നിക്കൽ വൈസ് നോക്കിയാൽ പോലും ലോക്കിയുടെ ബാക്കിയുള്ള പടത്തിന് വെച്ച് നോക്കുമ്പോ ആക്ച്വലി ലോക്കി മനഃപൂർവ്വം ആക്കാരണം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ല ഓൾറെഡി ഓൾറെഡി പറഞ്ഞത്. പക്ഷെ ആൾക്കാര് പിന്നെ സംശയിച്ചിരുന്നു LCU ആയിരിക്കും. ഇന്നലെ ലോക്കിയുടെ എഴുത്ത് കണ്ടപ്പോ ഒരാൾക്കാർ അതാണ് ചുമ്മാ പറയണത് ലോക്കി അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞു. അങ്ങനെ പക്ഷെ കാര്യം ഉണ്ടായില്ല. LCU ആയിരുന്നെങ്കിൽ LCUവിന്റെ ചീത്തപ്പേരായിരുന്നേ. പിന്നെ LCU ആയിരുന്നെങ്കിൽ പക്ഷെ ഈ പടത്തിന് കുറച്ചും കൂടെ ഹൈപ്പായിരുന്നു. പക്ഷെ സൂപ്പർ സ്റ്റാറിന് പറ്റുന്നില്ല കേട്ടോ. കുറെ സീനുകളൊക്കെ പുള്ളി നമുക്ക് ഫൈറ്റ് സീനൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര, അതായത് അവരെ അടുത്തുനിന്ന് ആ കൊറിയോഗ്രാഫി ചെയ്തവരായിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷയായിരുന്നു. പലപ്പോഴും പടങ്ങൾ വെച്ച് നോക്കാനായിട്ട് അതിന്റെ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്. ഒരു ഹൈ മൊമെന്റ് ഒന്ന് നമുക്കൊരു അടുത്തത് എന്താ അല്ലെങ്കിൽ നമുക്കൊരു തിയേറ്ററിലൊരു കയ്യടി, നല്ലൊരു കയ്യടി പോലും അങ്ങനത്തെ ഒരു ഹൈ മൊമെന്റ് ഒരു ക്യാരക്ടർ മാത്രമേ അത് ഏതാന്ന് പറയണ്ട. ഒരു ക്യാരക്ടർ, ഒരു ട്വിസ്റ്റ് ക്യാരക്ടറാണ്. ആക്ച്വലി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയൊക്കെ കുഴപ്പമില്ല, എല്ലാവരും നല്ലത്. പക്ഷെ എന്നാലും അഭിനയൊക്കെ നല്ലതാണെങ്കിലും ഇവരെ കുറെ പേരൊക്കെ കൊണ്ടുവന്നത് ഇത്രയും വലിയ കാസ്റ്റ് ആണോ പടത്തിന് പോയ ഒരു പ്രശ്നം. നാഗാർജുനെ അതിന്റെ ഒന്നും ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ നോർമൽ ഒരു വില്ലൻ വെച്ചാൽ പോലും കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞാല് അനിയുടെ മ്യൂസിക് എന്തായാലും BGM നല്ല പടം ആവറേജ് ആവാൻ തന്നെ ഒരു വലിയ കാരണം അനിരുദ്ധിന്റെ മ്യൂസിക് തന്നെയാണ്. പക്ഷെ എന്തൊക്കെയോ ഒരു മിസ്സിങ്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു കൂലിയല്ല ഇത്. വിഷമുണ്ട്. കാലത്തേക്ക് എനിക്ക് പോയി ഫാൻ ഷോക്ക് പോയിട്ട് കണ്ടൊരു ഫീലില്ല. ഏത് ഫാൻ ഷോക്ക് ഫാൻ ഷോ നിർത്തുക. കഴിഞ്ഞ പ്രാവശ്യം ഇതന്നെ പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു പടമായിരുന്നു, ഒരു ആവറേജ് പടം. അത് സ്റ്റോറി സിമ്പിൾ സ്റ്റോറിയാ. അതിന് വലുതാക്കാൻ കാണിച്ചപ്പോ സ്റ്റാർ കാസ്റ്റിംഗ് കൊണ്ടും പറ്റിയ ഒരു പ്രശ്നമാണ്. ഇതൊന്നുമില്ല. മറ്റേ ജയിലറിന്ന് നല്ലോണം കട കൊടുത്ത പോലെ ജയിലറിന്ന് ഒരുപാട് എടുത്തേക്കണമെന്നുണ്ട്. പക്ഷെ ആ സ്റ്റൈലും സാധനം എടുക്കാനും പറ്റിയില്ല. ആ സാധനം കണ്ട മനസ്സിലാവും. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കഥകളൊക്കെ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ആ പറഞ്ഞ കാര്യം സൈഫി അല്ല, ടൈം ട്രാവലർ അല്ല, അങ്ങനത്തെ ഒരു എന്താ വെച്ചാൽ നമ്മുടെ റിവ്യൂ ഒരു ആവറേജ് പടം. എല്ലാവരും കാണാം. കണ്ടിട്ട് മസ്റ്റ് വാച്ച് അല്ല. ആരും തിരക്ക് പിടിച്ചു പോയിട്ട് കാണേണ്ട ആവശ്യമില്ല. സമയം എടുത്ത് പോയി കാണാം. പൈസ വേസ്റ്റ് ആകത്തില്ല, അത് പറയാം. പൈസ വേസ്റ്റ് ആവത്തില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ. ചിലപ്പോൾ കണ്ടത് ഇഷ്ടപ്പെടാം. ഇപ്പൊ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഒരു കോമൺ അഭിപ്രായമാണ്. മൊത്തത്തിൽ ആർക്കും ഒരു ആരവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇപ്പോഴും ഇങ്ങനെയാണ്. എല്ലാവരും എന്തായാലും പടം കാണാം. താഴത്തെ കമന്റ് ഇടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.